ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഒരിക്കലും ഒരാളെ എടുത്തു വെച്ചിട്ട് പറയുന്ന ഒരു ടോപ്പിക്കല്ല കേട്ടോ. എല്ലായിടത്തും പൊതുവേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം വെച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളെ പെങ്ങൾ കല്യാണം കഴിഞ്ഞാൽ അത്ര ബ്രദേഴ്സിന് അത്ര പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഉണ്ടായതായിട്ട് കേൾക്കാറില്ല. എന്നാൽ ബ്രദർമാർ കല്യാണം കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലങ്ങളാണ് പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നാൽ ബ്രദറും തമ്മിൽ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ പെങ്ങളെ കുട്ടീനെ ബ്രദർ എടുത്ത് കളിപ്പിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉള്ള പല ചെറിയ ചെറിയ കാരണങ്ങൾ വലിയ വലിയ ഇഷ്യൂസാക്കി കൊണ്ട് നടക്കുന്ന പല വീടുകളിലും നടക്കുന്നുണ്ട്. എന്നാൽ ഇത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ തിരിച്ചും സംഭവിക്കാറില്ലേ എന്ന് പലർക്കും എന്നോട് ചോദിക്കാനുണ്ടാവും. തിരിച്ചും ഉണ്ടാവാറുണ്ട്. എന്നാൽ കൂടുതലും തല തിരിച്ചാണ് ഉണ്ടാവാറുള്ളത്. ബ്രദേഴ്സ് കല്യാണം കഴിച്ചാൽ പെങ്ങളോട് സ്നേഹിക്കാൻ പാടില്ല, പെങ്ങളെ സ്നേഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പെങ്ങളെ കുട്ടീനെ സ്നേഹിക്കാൻ പാടില്ല, അവരെ കെയർ ചെയ്യുമ്പോൾ അത് പറ്റാത്ത ആൾക്കാർ, അങ്ങനെ ഒട്ടുമിക്ക വീടുകളിലും ഒരു 95% അല്ലെങ്കിൽ ഒരു 85% ഇങ്ങനെ തന്നെയാണ് പല വീടുകളിലും ഒട്ടുമിക്ക സ്ഥലത്തും ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. എന്നാൽ തിരിച്ചുള്ളതും ഉണ്ട്. എന്നാൽ ഇത്രയും അധികം ഉണ്ടാവാറില്ല. അത് ചില സാഹചര്യങ്ങളും കൊണ്ടായിരിക്കണം, മറ്റു പ്രശ്നങ്ങൾ ഇതും സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. എന്നാൽ ഇത് കൂടുതലായിട്ടും പല വീടുകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്നാണ്. ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ശരിക്കും അത് നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒത്തിരിയേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം വരെ വരുന്ന ഒരു ഇതാണ് ഈ ഒരു സംഭവം എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതാരെയും പേഴ്സണലി എടുത്തു പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അല്ല കേട്ടോ. ഞാൻ എല്ലാവരോടായിട്ട് പറയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം. അപ്പോൾ ലൈഫ് എല്ലാവരും എൻജോയ് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.